CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വിടവാങ്ങി. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറെ ഇടപെടൽ നടത്തിയ കമ്മ്യൂണിസ്റ്റാണ് യെച്ചൂരി. ജനറൽ സെക്രട്ടറിയായി സീതാറാം യെച്ചൂരി മൂന്നാമതും എത്തിയത് അദ്ദേഹത്തിന് പാർട്ടിക്കകത്തുള്ള സ്വീകാര്യതയുടെ തെളിവാണ്. കണ്ണൂരിലെ പാർട്ടി കോൺഗ്രസിലാണ് യെച്ചൂരിയെ മൂന്നാമതായി തിരഞ്ഞെടുത്തത്. BJPയെ ചെറുക്കാൻ, ദേശീയ തലത്തിൽ ഇടതുപക്ഷത്തെ ശക്തമാക്കാനും മതേതര പാർട്ടികളുടെ സഖ്യം രൂപവത്കരിക്കാനും പാർട്ടി ലക്ഷ്യമിടുമ്പോൾ യെച്ചൂരിയുടെ പേരിനായിരുന്നു നേതൃസ്ഥാനത്തേക്കുള്ള പ്രഥമ പരിഗണന. പാർട്ടി ദേശീയ തലത്തിൽ ദുർബലപ്പെടുമ്പോൾ പഴയ പ്രതാപത്തിലേക്ക് പാർട്ടിയെ കൊണ്ടുവരികയെന്ന ശ്രമകരമായ ദൗത്യമാണ് യെച്ചൂരിയുടെ മുൻപിലുണ്ടായിരുന്നത്. मैं कहूंगा जुड़ेगा भारत, आप कहेंगे जीतेगा इंडिया. जुड़ेगा भारत, जुड़ेगा भारत, जुड़ेगा भारत. ആന്ധ്ര ബ്രാഹ്മണ ദമ്പതികളായ സർവേശ്വര സോമയാജലു യെച്ചൂരിയുടെയും കൽപ്പകത്തിൻ്റെയും മകനായി 1952 ആഗസ്റ്റ് 12 ചെന്നൈയിലാണ് ജനിച്ചത്. പേരിൻ്റെ വാലറ്റത്തുനിന്ന് ജാതി മുറിച്ചു മാറ്റാമെന്ന് തീരുമാനിച്ച് സീതാറാം യെച്ചൂരിയായത് സുന്ദരാമ റെഡ്ഡിയിൽ നിന്നും P. സുന്ദരയ്യയായി മാറിയ CPMൻ്റെ ആദ്യ ജനറൽ സെക്രട്ടറിയെ മാതൃകയാക്കിയാണ്. ആന്ധ്ര റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എഞ്ചിനീയർ ആയിരുന്ന പിതാവിൻ്റെ സ്ഥലം മാറ്റങ്ങൾക്കൊപ്പം യെച്ചൂരിയുടെ സ്കൂളുകളും മാറി. പഠനത്തിൽ മിടുക്കനായിരുന്ന യെച്ചൂരി 11ാം ക്ലാസ്സിലെ ബോർഡ് പരീക്ഷയിൽ രാജ്യത്ത് തന്നെ ഒന്നാമനായി. 1967-68 കാലത്ത് യെച്ചൂരി ഹൈദരാബാദിലെ നൈസാം കോളേജിൽ 1ാം വർഷ PUCക്ക് പഠിക്കുമ്പോഴാണ് തെലങ്കാന പ്രക്ഷോഭം സജീവമാകുന്നത്. ഒരു വർഷത്തെ പഠനം പ്രക്ഷോഭത്തിൽ മുങ്ങി. ഡൽഹി സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന് BA എക്കണോമിക്സിൽ 1ാം ക്ലാസ്സുമായാണ് യെച്ചൂരി ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സിലേക്ക് പോകുന്നത്. അവിടുത്തെ പഠനം അടുത്തപ്പോഴാണ് JNUവിലെത്തുന്നത്. ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് രാഷ്ട്രീയത്തിൽ യെച്ചൂരി സജീവമാകുന്നത്. പ്രകാശ് കാരാട്ടിനായി വോട്ട് പിടിക്കാനായിരുന്നു യെച്ചൂരിയുടെ ആദ്യ രാഷ്ട്രീയ പ്രസംഗം. കാരാട്ടിനെ യൂണിയൻ അധ്യക്ഷനായി ജയിപ്പിച്ച ശേഷമാണ് യെച്ചൂരി SFIയിൽ ചേർന്നത്. SFIയുടെ ദേശീയ പ്രസിഡന്റ് ആവുന്നത് 1984-ൽ. 3 തവണ JNU വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം അടിയന്തരാവസ്ഥക്കാലത്ത് സമരമുഖമായി. അന്ന് ഇന്ദിരാഗാന്ധിയുടെ വീട്ടിലേക്ക് നടത്തിയ മാർച്ചും യെച്ചൂരി പ്രതിഷേധത്തിന്റെ മുദ്രാവാക്യങ്ങൾ വായിച്ചതും ഉജ്ജ്വല സമര ജീവിതത്തിലെ ഒരേടാണ്. പിന്നീട് 1988-ൽ തിരുവനന്തപുരത്തെ പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര കമ്മിറ്റിയിലെത്തി. യെച്ചൂരിക്കൊപ്പം അന്ന് S. രാമചന്ദ്രൻ പിള്ളയും അനിൽ ബിശ്വാസും CCയിലെത്തി. 1992-ൽ കാരാട്ടിനും S. രാമചന്ദ്രൻ പിള്ളക്കുമൊപ്പം പോളിറ്റ് ബ്യൂറോയിൽ യെച്ചൂരി അംഗമാകുമ്പോൾ വയസ്സ് 38, PBയിലെ ഏറ്റവും കുറഞ്ഞ പ്രായം. രാജ്യ തലസ്ഥാനത്ത് സംഘപരിവാർ ആശയങ്ങൾ അടിമുടി വിമർശിച്ച് ബൗദ്ധിക സാന്നിധ്യമായി ഇനി യെച്ചൂരിയില്ല. സമരജീവിതത്തിന് ലാൽ സലാം.